ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ മറ്റൊരു അത്ഭുതമായ ഫോസിൽ പാർക്ക് കാണാനാണ്. ജുറാസിക് ഏജിലുള്ള ഡിനോസറുകളുടെ ഫോസിലല്ല, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജുറാസിക് ഏജ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൻ വൃക്ഷങ്ങളുടെ ഫോസിലുകൾ ഇവിടെ ഉണ്ട്. ഗുജറാത്തിലെ ഈ റാൻ ഓഫ് കച്ചിലെ ധോലാവീരയുടെ ഇവിടെ ഒരു ഡിനോസറിൻ്റെ പ്രതിമയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫോസിലൊന്നുമല്ല, ഇത് അടുത്ത കാലത്ത് ചെയ്തു വെച്ചാണ്. ഡിനോസർ, അത് ജുറാസിക് ഏജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു പല ടൈപ്പ് ഉണ്ടല്ലോ. ഞങ്ങൾ എത്തിയിട്ടില്ല ഫോസിൽ പാർക്കിലേക്ക്, നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ല റാൻ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും ഇവിടെ നിന്ന് നോക്കിയാൽ. വിശാലമായി പരന്ന് കിടക്കുന്ന റാൻ ലേക്ക് കാണാനായിട്ട് വരും. കുറച്ച് മുമ്പോട്ട് പോയാൽ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. റാൻ തടാകത്തിൻ്റെ ഇപ്പം എല്ലാം വറ്റി, തടാകം മൊത്തം വറ്റി ഉപ്പ് പാടമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഏകദേശം പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെ വരുന്ന സ്ഥലമാണ്. റാനിൻ്റെ അറ്റത്തൊരു സ്ഥലമാണ് ഈ ഫോസിൽ പാർക്ക്. ഇത് ധോലാവിരയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. സാധാരണ വളരെ അപൂർവം ടൂറിസ്റ്റുകൾ മാത്രം വരുന്നൊരു സ്ഥലമാണിത്. ധോലാവിര വരെയൊക്കെ എല്ലാവരും വരും, പക്ഷേ ഇങ്ങോട്ടാരും സന്ദർശിക്കാറില്ല. നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിയാൽ ആ ഫോസിലുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഫോസിലുകൾ തടിയുടെ ഫോസിലുകളാണ്. ഈ ഫോസിലുകൾ കാണുമ്പോൾ നമുക്ക് പാറക്കൂട്ടങ്ങളായിട്ടേ തോന്നത്തുള്ളൂ. നമ്മളിത് പാറയായിട്ട് തെറ്റിദ്ധരിക്കും, പക്ഷേ വർഷങ്ങൾ നീണ്ടുനിന്ന പ്രോസസ്സിലൂടെ അത് പാറ പോലെ ആയതാണ്. ഇപ്പോൾ അത് പാറ തന്നെയാണ്, പക്ഷേ അത് ആക്ച്വലി അത് വലിയ കൂറ്റൻ വൃക്ഷങ്ങളായിരുന്നു, വൃക്ഷങ്ങളുടെ ഭാഗങ്ങളായിരുന്നു. അത് മണ്ണിലിടയിൽ കിടന്ന് സിലിക്കയൊക്കെ അതിനകത്ത് കയറിയിട്ട് ഈ രൂപത്തിലായി മാറുന്നതാണ്. അത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാനായിട്ട് കഴിയും. നമ്മുടെ സാധാരണക്കാർക്ക് അത് വെറും ഒരു പാറക്കൂട്ടമായിട്ടേ തോന്നത്തുള്ളൂ. ഫോസിൽ പാർക്കിലോട്ട് കിടക്കുകയാണ്. ഇതാണ് പാർക്ക്, ഇതാണ് എൻ്റെ പാർക്കിൻ്റെ എൻട്രൻസ്. ഇതാണ് ഫോസിൽ 1A. ഇത് കണ്ടാൽ നമുക്ക് ഒരു കരിമ്പാറയായിട്ടേ തോന്നത്തുള്ളൂ. ഇത് ഒരു വൻ വൃക്ഷം തന്നെയായിരുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ കിടക്കുന്ന എല്ലാം പാറകളല്ല, വൃക്ഷങ്ങളുടെ ഫോസിലുകളാണ്. ജുറാസിക് ഏജിലെ വൃക്ഷങ്ങളാണ്. ഇത് കണ്ട വൃക്ഷമായിട്ട് തോന്നും, പക്ഷെ കുറേ ദ്രവിച്ചിട്ടുമുണ്ട്. ആ വലിയ വൃക്ഷത്തിൻ്റെ വേരായിരുന്നാണ് നേരത്തെ കണ്ടത്. ആ കള്ളിച്ചെടിയൊക്കെ ഇപ്പം പിടിച്ചു കിടക്കുന്നതാണ്. ഇത്രയാണ് സംരക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ, ഫോസിലുകൾ. ബാക്കി ഇതൊക്കെ സംരക്ഷിച്ചിരിക്കുന്നതാണ് പാറക്കൂട്ടങ്ങളാണോ എന്നറിയത്തില്ല. ഇതൊക്കെ വേരുകളാണോ പാറയാണോ എന്നറിയത്തില്ല. അതിലും പാറ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിച്ചില്ലല്ലോ. അല്ല, പാറയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതിന് പാറയായിട്ട് തോന്നുന്നില്ല, തട്ടി നോക്കിയിട്ട്. അത് വുഡിൻ്റെ ഫോസിൽ തന്നെ ആയിരിക്കും. ഇത് ഫോസിലിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് കയറി നോക്കാൻ പറ്റത്തില്ല. ഇതുമെല്ലാം മരങ്ങളാണ്. കണ്ട പാറ പോലെ തോന്നും, അത്രയേ ഉള്ളൂ. ഇതാണ് റാൻ തടാകം. കടൽ പോലെ കിടക്കുകയാണ്. ഇപ്പം വെള്ളം കുറേ വലിഞ്ഞിട്ടുണ്ട്. വെള്ളം വലിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഉപ്പുപാടമായി മാറി. ആ ഉപ്പുപാടം കാണുന്നതിൻ്റെ അപ്പുറത്ത് വീണ്ടും വെള്ളം നിറക്കിടക്കുകയാണ്. അത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ സമയത്താണെങ്കിൽ ഒരു കടൽ പോലെ ഇതാണ് റാൻ തടാകം. കുറേ ഉള്ളിലോട്ടൊക്കെ നടന്നു പോകാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചതുപ്പാണ്. ചതുപ്പിൽ ചവിട്ടി കാലങ്ങൾ നല്ലൊരു ബീച്ച് പോലെ തോന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ. തിരയടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത് ജുറാസിക് ഫോസിൽ 1B. നേരത്തെ 1A ആണ് കണ്ടത്.
പെട്രിഫൈഡ് വുഡ് അഡീഷണൽ സയൻറ്റിഫിക് ഇൻഫർമേഷൻസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമയമുള്ളവർക്ക് അത് മൊത്തത്തിൽ വായിച്ച് നോക്കാം പാസ് ചെയ്ത്. കുറച്ചുകൂടെ മേളിൽ കയറി വ്യൂ എടുക്കുകയാണ് റാൻ തടാകത്തിൻ്റെ. ഈ റാൻ തടാകത്തിൻ്റെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം പാകിസ്ഥാനാവും. പാകിസ്ഥാൻ ബോർഡറായി കഴിഞ്ഞത്. അങ്ങോട്ട് മഞ്ഞടിച്ചണക്കെ എന്തായാലും നീല കളർ കാണുന്നുണ്ട്. അത് കടലല്ല, തടാകമാണ്. ഗ്രേറ്റ് റാൻ ലേക്ക്. ഇത് കണ്ടിട്ട് ലക്ഷദ്വീപിലെ കടൽ കണക്ക് കിടക്കുന്നു. ഇതാണ് ഫോസിൽ പാർക്കിലുള്ളൊരു വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിൽ കയറി നിന്നാൽ നമുക്ക് ഫോസിൽ പാർക്കല്ല കാണുന്നത്, ഗ്രേറ്റ് റാൻ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ മേളിലോട്ട് പോവുകയാണ്. വാച്ച് ടവറിൻ്റെ മേളിൽ നിന്നുള്ള ദൃശ്യമാണ്. അവിടെ നല്ലൊരു കുന്ന് കാണുന്നുണ്ട്. ആ കുന്നിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. റാൻ തടാകത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. ഞാനവിടുത്തെ ചാനലുണ്ടായിരിക്കും. ചാനൽ അപ്ലോഡ് ചെയ്യും. ചാനലുണ്ടോ സാറിന്? ഓ, അതിൻ്റെ പേരൊന്ന് പോയിട്ട് പറയണേ. അപ്പോൾ ഇതോടുകൂടി ഫോസിൽ പാർക്ക് സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നേരെ ഞങ്ങൾ ഡോർദോയിലേക്ക് പോകുന്ന വഴിയാണ് റോഡ് ടു ഹെവൻ എന്നുള്ള ഒരു റോഡ് ഉള്ള 30 കിലോമീറ്റർ നീളമുള്ള റോഡ്. 2 സൈഡിലും ഉപ്പുപാടങ്ങളാണ്.